കാസർഗോഡ് ജില്ലയിൽ പോളിംഗ് കൂടിയത് UDFന് അനുകൂലമാകുമെന്ന് MPയും KPCC നിർവാഹക സമിതി അംഗവുമായ രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണത്തിന് കാരണമായിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിൽ UDF മികച്ച വിജയം നേടുമെന്നും തുടർഭരണം LDFന്റെ തോന്നൽ മാത്രമായി അവശേഷിക്കുമെന്നും ഉണ്ണിത്താൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഉയർന്ന പോളിംഗ് ശതമാനമാണ് കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടെയുള്ള കേരളത്തിലെ എല്ലാ ഭാഗത്തും. ഇപ്പോൾ ഈ ഉയർന്ന പോളിംഗ് ശതമാനം ഏത് മുന്നണിയെ തുണയ്ക്കും എന്ന ചർച്ചയാണ് ഉയരുന്നത്. നമ്മോടൊപ്പം ഇപ്പോഴുള്ളത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആണ്. പോളിംഗ് ശതമാനം വല്ലാതെ വർദ്ധിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ അത് കോൺഗ്രസിന് അനുകൂലമായ അല്ലെങ്കിൽ UDFന് അനുകൂലമായതെന്ന് വിലയിരുത്താറുണ്ട്. ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് അതിനെ കാണുന്നത്? തെരഞ്ഞെടുപ്പുണ്ടായ കാലം തൊട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ മുന്നണിയിലെ അവസാനത്തെ വോട്ടും അവർ പോൾ ചെയ്യും. അപ്പോൾ എപ്പോഴും പോളിംഗ് നടക്കാത്തതും പോളിംഗ് സ്റ്റേഷനിലേക്ക് ആളെ കൊണ്ടുപോകാത്തതും UDF ആണ്. എല്ലാ തെരഞ്ഞെടുപ്പുകളും പരിശോധിച്ചു, അവരുടെ അവസാനത്തെ വോട്ടും അവർ ചെയ്തിരിക്കും. അപ്പോൾ ഇത്തവണ വോട്ടിംഗ് പെർസെൻറ്റേജ് വർദ്ധിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം SCR ആണ്. ഒരുപാട് ആളുകളുടെ വോട്ടുകൾ നിരപ്പാക്കുന്നു എന്നൊരു ധ്വനി പ്രത്യേകിച്ച് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല, അതുകൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റി വളരെ വിജിലൻ്റ് ആയിരുന്നു. അവർ കണ്ടമാനം ആളുകളെ ഇത്തവണത്തെ വോട്ടർ പട്ടികയിൽ ചേർത്തിട്ടുണ്ടെന്ന് മാത്രമല്ല, ഇത്തവണ അവസാനത്തെ വോട്ട് പോലും ചെയ്യാൻ അവർ ക്യൂ നിൽക്കുന്ന കാഴ്ച, വൈകിട്ട് പോളിംഗ് അവസാനിച്ച് മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊരു തരംഗത്തിൻ്റെ ഭാഗമാണ്. കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ എല്ലാ വോട്ടുകളും എല്ലാ കാലത്തും ചെയ്തിട്ടുണ്ട്. ഈ ചെയ്യാത്ത വോട്ടുകൾ UDFൻ്റെ ആണ്. ഇത്തവണ UDFൻ്റെ വോട്ടുകൾ അവസാനത്തെ വോട്ടുകൾ വരെ നുള്ളിപ്പിറക്കി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പെർസെൻറ്റേജ് വർദ്ധിച്ചത്. ആ പെർസെൻറ്റേജ് വർധന UDFന് അനുകൂലമാണ്. ഇപ്പോൾ 4-ാം തീയതി വരെ അവകാശം ആർക്ക് വേണേലും ഉന്നയിക്കാം, ഞങ്ങൾ ജയിക്കും. അപ്പം 4-ാം തീയതി കഴിഞ്ഞ് കേരളത്തിലെ പൊതുജന വികാരം മനസ്സിലാകുമ്പോൾ ഒരു 3-ാം ഊഴം നഷ്ടപ്പെട്ടതിൻ്റെ മുഴുവൻ നിരാശയും, അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്നൊരു ചൊല്ലുണ്ട്, അത് മുഴുവൻ UDFൻ്റെ അടുത്ത് തീർക്കുമില്ല. തീർച്ചയായും അന്തം വിടും LDF എന്ന് തന്നെയാണ് ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത്. 4-ാം തീയതി അത്തരം സംഭവിക്കുമെന്നാണ് UDFൻ്റെ ക്യാമ്പിൻ്റെ മുഴുവൻ പ്രതീക്ഷ. വലിയ വിജയം UDFനുണ്ടാവുമെന്നാണ് കരുതുന്നത്. നിലവിൽ വലിയ തരത്തിൽ അക്രമ സംഭവങ്ങളിലേക്കൊക്കെ തന്നെ അതിനുശേഷം ഒരുപക്ഷെ LDFും CPM ഒക്കെ പോകാം എന്നുകൂടി അദ്ദേഹം ആശങ്കപ്പെടുന്നുണ്ട്. മഞ്ചേശ്വരത്തു നിന്നും രതീഷ് വാസ്തവൻ, ന്യൂസ് മലയാളം.